യെസ്. അപ്പൊ നമ്മൾ ക്രിസ്മസ് എക്സാമിന് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് വരാൻ വേണ്ടി പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് തിയറി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് സ്കോപ്പ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് 4 areas in which statistics has importance. അപ്പൊ ഏതൊക്കെ ഫീൽഡിലാണ് സ്റ്റാറ്റിസ്റ്റിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്? ഒരുപാട് ഏരിയാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലാനിങ്, എക്കണോമിക്സ്, ഇൻഡസ്ട്രി, മാത്തമാറ്റിക്സ്, മെഡിക്കൽ സയൻസ്, സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ് സ്റ്റഡീസ്, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസ് പഠിച്ചിട്ടുണ്ട്. ആക്ച്വറിയൽ സയൻസ്, ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്, അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അങ്ങനെ ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റനിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ നമ്മളോട് ഇതേപോലെ ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. CSO, NSSO. അപ്പൊ CSO എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. അതെന്താണ്, അതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, എത്ര ഡിവിഷൻസ് ഉണ്ട്, അതിന്റെ ലൊക്കേഷൻസ് എവിടെയാണ്, ഇതിനെപ്പറ്റി എല്ലാം നമ്മളെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. അപ്പൊ അതിനെ പറ്റിയിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി എക്സാമിന് സെപ്പറേറ്റ് ആയിട്ടും NSSOന്റെ 4 ഡിവിഷൻസ് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കാറുണ്ട്. ആൻഡ് പിന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ലാർജസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ കണ്ടക്ടിങ് റെഗുലർ സോഷ്യോ എക്കണോമിക് സർവേ. അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ NSSO ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മളത് ഇത്തരത്തിലുള്ള മാച്ച് ദ ഫോളോയിങ്. CSO എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പഠിച്ചു സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കോമ്പിലേഷൻ ഓഫ് നാഷണൽ അക്കൗണ്ട്സ് ആണ്. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ ആയിട്ട് വരുന്നത് B ആണ്. ഇനി ഈ സെക്കൻഡ് വൺ NSSO. NSSO എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടിങ് സോഷ്യോ എക്കണോമിക് സർവേ. അതാണ് NSSOന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സെക്കൻഡ് വണ്ണിന്റെ ആൻസർ ആയിട്ട് C ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മളുടെ തേർഡ് വൺ ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ PC മഹാലനോബിസ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അവിടെ പബ്ലിഷ് ചെയ്യുന്ന ജേർണലിന്റെ പേര് എന്ന് വെച്ചാൽ ഏതാണ്? സംഖ്യ. അപ്പൊ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലാസ്റ്റ് വൺ നമ്മളെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്. അതായത് നമ്മളെ സ്റ്റേറ്റിന്റെ ആണത്. ഇപ്പൊ നോഡൽ ഏജൻസി ഓഫ് ദ സ്റ്റേറ്റ് എന്നാണ് നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ അപ്ലൈഡ് ഏരിയാസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റി എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 3 ആപ്ലിക്കേഷൻസ് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ആക്ച്വറിയൽ സയൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. റിസ്ക് അനാലിസിസ് ഇൻഷുറൻസ് ഫീൽഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് മെഡിക്കൽ സെക്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൃഷി ഏരിയാസിൽ. അതായത് ഏത് വേണമെങ്കിലും ആവാം. ഇപ്പം ലൈഫ് സ്റ്റോക്സ് ആവാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മീൻ കൃഷി നടത്തുന്നുണ്ട്. അങ്ങനെ ഏത് തന്നെ ഫീൽഡിലായാലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അങ്ങനെ 3 ആപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒരെണ്ണമെങ്കിലും കുറഞ്ഞത് നല്ല രീതിയിൽ പഠിച്ചിരിക്കാം. ഇനി നെക്സ്റ്റ് നെയിം ദി ജേർണൽ പബ്ലിഷ് ബൈ ISI. ഇപ്പൊ നമ്മൾ മാച്ച് ദ ഫോളോയിങ്ങിൽ കൂടെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ISI പബ്ലിഷ് ചെയ്യുന്ന ജേർണലിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഏതാണ്? സംഖ്യ എന്നാണ് ആ ജേർണലിന്റെ പേര് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റും ചോദിക്കാറുണ്ട്. സംഖ്യ എന്ന ജേർണൽ പബ്ലിഷ് ചെയ്യുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്? അപ്പൊ നമ്മൾ പറയണം ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും 2 രീതിയിലും ചോദിക്കാറുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താ ഞാൻ പറഞ്ഞല്ലോ 4 ഡിവിഷൻസ് ഓഫ് NSSO. ഏതൊക്കെയാണ്? SDRD, DPD, FOD, CPD. ആൻഡ് അത് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. സ്ഥിരമായിട്ട് എക്സാമിന് വരുന്ന ഒരു ചോദ്യമാണ് NSSOന്റെ 4 ഡിവിഷൻസ് എന്ന് പറയുന്നത്. അടുത്ത ഷോർട്ട് നോട്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് ISIനെ പറ്റിയിട്ടാണ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ PC മഹാലനോബിസ് ആണ് അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. കൊൽക്കത്തയിലാണ് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുള്ളത്. ആൻഡ് അവിടെ നമ്മൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ജേർണൽ പബ്ലിഷ് ബൈ ISI. ഈ പോയിന്റ് ഒക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് ISIന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അവർ ഓഫർ ചെയ്യുന്ന കോഴ്സസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മളുടെ കളക്ഷൻ ഓഫ് ഡാറ്റ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അവിടെയും അത്യാവശ്യം കാര്യപ്പെട്ട തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. അത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് ഈ ടേബിൾ നന്നായിട്ട് തന്നെ പഠിക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ. ഏതെങ്കിലും 4 സോഴ്സസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരുപാട് സോഴ്സസ് പഠിച്ചിട്ടുള്ളതാണ്. ഗവൺമെന്റ് പബ്ലിക്കേഷൻസ്, ജേർണൽസ്, വെബ്സൈറ്റ്സ്, അങ്ങനെ അതിൽ കിട്ടുന്ന ഡാറ്റാസ്, കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തതും പബ്ലിഷ് ചെയ്യാത്തതും ആയിട്ടുള്ള എല്ലാ ഡാറ്റാസും എന്താണ് നമുക്ക് സെക്കൻഡറി ഡാറ്റയിൽ വരുന്നതാണ്. ഈ നെക്സ്റ്റ് 2 ഡിഫറൻസ് ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും. അതും എന്ത് തന്നെയാണ്, നമ്മൾ പ്രൈമറി ഡാറ്റ കളക്ഷന്റെ മെത്തേഡ്സ് ആണ് ക്വസ്റ്റ്യനെയറും ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ആൻഡ് അതിന് നമ്മൾ കുറച്ച് പോയിന്റ്സ് പഠിച്ചിട്ടുള്ളതാണ്. അതിലിതാ ഇൻഫോർമൻസ് ആർ ടു ബി ലിറ്ററേറ്റ്
അതായത് എഴുതാനും വായിക്കാനും അറിയുന്ന ആൾക്കാരായിരിക്കണം ഏത് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ. ഇത് 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. അതുകൊണ്ട് ഈ പോയിന്റ്സ് എല്ലാം നന്നായിട്ട് തന്നെ പഠിക്കാം. ഇനി നെക്സ്റ്റ് നമ്മളുടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ട്രെയിൻഡ് ലീഡർ ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും, ആ ടോപ്പിക്കിന്റെ പുറത്ത് കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വിളിച്ചിട്ട് ഒരു ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നു. ആൻഡ് അതിൽ നിന്ന് ഫ്യൂച്ചറിലേക്കുള്ള നമ്മുടെ തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഇൻഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. ഇവിടെ നമുക്ക് ഇതുപോലെ മാച്ച് ഫോളോയിങ് കാണാൻ വേണ്ടി പറ്റും. നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ എ സ്കൂൾ. അത് നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ എ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡിസ്ക്രീറ്റ് ആണ്. കാരണം എത്ര സ്കൂളിൽ എത്ര വണ്ടികൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 വണ്ടികൾ അല്ലെങ്കിൽ 5 വണ്ടികൾ 6 വണ്ടികൾ എന്ന് കൃത്യമായിട്ട് എന്താണ് ഒരു കണക്ക് പറയാൻ വേണ്ടി പറ്റും. ഹോൾ നമ്പേഴ്സ് ആണ് എല്ലാതും വരുന്നത്, അല്ലാതെ ഡെസിമൽ പോയിന്റ്സിലല്ല. എത്ര വണ്ടികൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും 13.5 വണ്ടി ഉണ്ട്, 14.25 വണ്ടികളാണ്, അങ്ങനെ ഒരു ഡെസിമൽ പോയിന്റ് കണക്കൊന്നും വരുന്നില്ല. സോ അതെന്താണ്? ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണ്. നെക്സ്റ്റ് ഡാറ്റ കളക്റ്റഡ് ഡയറക്ട്ലി. നേരിട്ട് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. അപ്പൊ അവിടെ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഇൻ പഞ്ചായത്ത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് റെക്കോർഡ്സ്, പബ്ലിക്കേഷൻസ്, ജേർണൽസ്, വെബ്സൈറ്റ് ഡാറ്റ, ഇങ്ങനെ പറഞ്ഞാൽ അതെല്ലാം എന്ത് തന്നെയാണ്? സെക്കൻഡറി ഡാറ്റയുടെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മളുടെ സെക്കൻഡറി ഡാറ്റ എന്നാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ അത് ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ആൻസേഴ്സ് ആർ ഫിൽഡ് ബൈ ദി എന്യൂമറേറ്റേഴ്സ്. എന്യൂമറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ കളക്ഷന് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്യൂമറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ തന്നെ ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ പറയുന്ന ഉത്തരം ഞാൻ തന്നെയാണ് നോട്ട് ഡൗൺ ചെയ്യുന്നത്. അപ്പൊ എന്യൂമറേറ്റർ തന്നെയാണ് ചോദ്യം ചോദിക്കുന്നതും ആൻസർ ഫില്ല് ചെയ്യുന്ന ആര് തന്നെയാണ്? എന്യൂമറേറ്റർ ആണ്. ഏത് മെത്തേഡില്? ഷെഡ്യൂൾ എന്നുള്ള മെത്തേഡിൽ. അപ്പൊ അവിടെ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ ആരും ഇല്ലാത്തത് ഇവിടെ ജസ്റ്റ് കണ്ടിന്യൂസ് വേരിയബിൾ. അതിനിവിടെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മളുടെ ഹൈറ്റ്, വെയിറ്റ്, ടെമ്പറേച്ചർ, ഇതെല്ലാം എന്താണ്? ഇങ്ങനെ ഏതെങ്കിലും ആണ് ചോദിക്കുന്നതെങ്കിൽ അതേതാണ്? കണ്ടിന്യൂസ് വേരിയബിൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മളുടെ മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. അവിടെ നമ്മൾ കുറെ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. ഡയറക്ട് പേഴ്സണൽ ഇന്റർവ്യൂ, ഇൻഡയറക്ട് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, ഡയറക്ട് ഒബ്സർവേഷൻ, ടെലിഫോൺ ഇന്റർവ്യൂ, മെയിൽഡ് ക്വസ്റ്റനെയർ, ഷെഡ്യൂൾ, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 4 എഴുതാനാണ് എക്സാമിന് മെയിൻലി ചോദിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ 3ാമത്തെ ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇയാളാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. 4 ടൈപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ്, ക്രോണോളജിക്കൽ, ജോഗ്രഫിക്കൽ. ഇങ്ങനെ 4 ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നല്ല രീതിയിൽ നോക്കി വെച്ചോളാം. ഇനി നമ്മൾ ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്സിലേക്ക് വരുമ്പോൾ അവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമിന്റെ വ്യത്യാസം എന്താണ്? സിമ്പിൾ ബാർ ഡയഗ്രാം മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ ബാർ ഡയഗ്രത്തിൽ ഒരൊറ്റ ക്യാരക്ടർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ഒന്നിലധികം, അതായത് 2 3 അതിലധികമോ ക്യാരക്ടേഴ്സ് നമ്മൾ എവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്? നമ്മളെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്സിന് ഇമ്പോർട്ടൻസ് എന്താണ്? എന്തിനാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ ഡയഗ്രാംസും ഗ്രാഫ്സും ഒക്കെ യൂസ് ചെയ്യുന്നത്? അപ്പൊ അതിന്റെ യൂസസിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും, കമ്പാരിസനെ ഹെൽപ്പ് ചെയ്യും, കൂടുതൽ അട്രാക്റ്റീവ് ആണ്. ഒരു ഡാറ്റയെ നമ്മളൊരു ചിത്രത്തിലാക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് എന്താണ്? കുറച്ചും കൂടെ അത് കാണാനും അല്ലെങ്കിൽ അത് എന്താണ് എന്ന് അറിയാനും കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഗ്രാംസും ഗ്രാഫ്സും ഒക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് 4 ബാർ ഡയഗ്രാംസിനെ പറ്റി അല്ലെങ്കിൽ ഡയഗ്രാംസിന്റെ ഏതെങ്കിലും 4 എണ്ണത്തിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എനി 4 ഡയഗ്രാംസ്. അപ്പൊ ഡയഗ്രാംസ് എന്ന് പറയുന്നത് നമുക്ക് ബാർ ഡയഗ്രാം ഉണ്ട്, പിന്നെ എന്താണ്? പൈ ഡയഗ്രാം ഉണ്ട്. ബാർ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ 4 ടൈപ്സ് ഉണ്ട്. സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, സബ് ഡിവൈഡ് ബാർ ഡയഗ്രാം, പിന്നെ എന്താണ്? പെർസെന്റേജ് ബാർ ഡയഗ്രാം. ബാർ ഡയഗ്രാംസ് എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ഈ 4 ആൾക്കാരെ എഴുതിയാൽ മതി. ഇവിടെ ജസ്റ്റ് എന്താണ്? 4 ഡയഗ്രാംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തും കൂടെ എഴുതാം, പൈ ഡയഗ്രാം കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ നെക്സ്റ്റ് 2 ഡിഫറൻസസ്, ബാർ ഡയഗ്രാം ഹിസ്റ്റോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സംഭവം ഏറെക്കുറെ രണ്ടാളും ഒരേപോലെയാണ് നമുക്ക് തോന്നും, പക്ഷെ കാര്യപ്പെട്ട വ്യത്യാസങ്ങളുണ്ട്. ബാർ ഡയഗ്രത്തില് നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നില്ല, ഹിസ്റ്റോഗ്രാമിൽ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. ഹിസ്റ്റോഗ്രാം ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ്, അതായത് ഹിസ്റ്റോഗ്രാമിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന എന്താണ്? മോഡിനെ നമ്മൾ ഹിസ്റ്റോഗ്രാമിൽ നിന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ ബാർ ഡയഗ്രത്തിൽ നമുക്ക് ഫർദർ ആയിട്ട് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒരു ചിത്രം അത്രേ ഉള്ളൂ. അതിൽ നിന്ന് ഫർദർ മീനോ മീഡിയനോ മോഡോ എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. അതിനിവിടെ സെപ്പറേറ്റഡ് റെക്ടാങ്കിൾസ് ആണ്. ബാർ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ്? ഇങ്ങനെ ഒറ്റയ്ക്കാണ് ആ റെക്ടാങ്കിൾസ് എല്ലാം നിൽക്കുന്നത്. പക്ഷെ ഹിസ്റ്റോഗ്രാമിൽ അങ്ങനെയല്ല, എല്ലാവരും എന്താണ്? ഇങ്ങനെ കൂടിയാണ് ഹിസ്റ്റോഗ്രാമിൽ നമ്മൾ ഈ റെക്ടാങ്കിൾസ് ഒക്കെ നിൽക്കുന്നത്. ആൻഡ് നമ്മളെ സെൻട്രൽ ടെൻഡൻസിയിലേക്ക് വരുമ്പോൾ
വീണ്ടും ഇതുപോലെ ഒന്നെങ്കിൽ ഇതുപോലെ മാച്ച് ദ ഫോളോയിങ്, അല്ലെങ്കിൽ ഇങ്ങനെ 1 മാർക്കിന് ഒറ്റ വേർഡിൽ നമ്മൾ എഴുതാൻ പറ്റിയ പോലത്തെ ആൻസേഴ്സ് വരും. അപ്പൊ ഫൈൻ ദി ആവറേജ് പെർഫോമർ ഇൻ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ. അപ്പൊ അങ്ങനത്തെ കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മീഡിയൻ ആണ് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമ്മളുടെ ആവറേജ് ഫുട് വെയർ സൈസ് എന്ന് കണ്ടോ ഉറപ്പിച്ചോ അതെന്താണ്, നമ്മളെ മോഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് അതേപോലെ തന്നെ നമ്മളുടെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പിച്ചോളം ഏതാണ്, ഹാർമോണിക് മീൻ ആണ് നമ്മളോട് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ ആവറേജ് പെർസെന്റേജ് ഇൻക്രീസ് ഏതാണ്, ജോമെട്രിക് മീൻ ആണ് അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ആവറേജ്. എക്സാമിന് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ പോയിന്റ്സ് ആണ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഡിസ്പേർഷൻ 6th ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അവിടെ ഇതേപോലത്തെ ട്രൂ ഓർ ഫോൾസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ വാല്യൂ ഓഫ് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഓൾവേസ് പോസിറ്റീവ്. എന്താണ്, അത് തെറ്റാണ്, ഫോൾസ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. പിന്നെ എന്താണ്, ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് പറയാൻ വേണ്ടി പറ്റുക. 0 എന്നുള്ള നമ്പർ പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല, അത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിവിടെ ഫോൾസ് എന്നാണ് പറയാം. ഗ്രേറ്റർ ദാൻ 0, അതായത് ഇപ്പൊ 0 ഇല്ല എന്ന് വിചാരിച്ചോ, 0 സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഭാഗമല്ലായിരുന്നെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയേനെ. പക്ഷെ ഇവിടെ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 0 ആണ്. സോ നമുക്കത് ഫോൾസ് എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ്, 2 variables are uncorrelated, then covariance between them is 0. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഈ ഒരു പോയിന്റ് കൊവേരിയൻസ് പഠിച്ച സമയത്ത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് ആണെങ്കിൽ 2 വേരിയബിൾസ് സെയിം ഡയറക്ഷനിലാണ്, നെഗറ്റീവ് ആണെങ്കിൽ രണ്ടാളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, 0 ആണെങ്കിൽ അത് രണ്ടും എന്താണ്, അൺകോറിലേറ്റഡ് ആണ്, രണ്ടും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അപ്പൊ എന്താണ്, അവിടെ കൊവേരിയൻസ് 0 ആയിരിക്കും. സോ അത് ട്രൂ ആണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ്, if each observation is added by a constant, standard deviation remains the same. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇപ്പൊ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരില്ല. ഇപ്പം നമ്പേഴ്സ് ഇപ്പൊ 1, 2, 3 ആണെന്ന് വിചാരിച്ചു. ഇനി ഇവർക്ക് എല്ലാവർക്കും ഞാൻ ഒരു 2 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇവിടെ 3, 5, 2 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് ഇവിടെ വരുന്നത് 3, 4, 5 ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ വരില്ല. അപ്പൊ എന്തെങ്കിലും ഒരു നമ്പർ നമ്മൾ ഈ ഒരു കോൺസ്റ്റന്റിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു തരത്തിലുള്ള മാറ്റവും വരുന്നില്ല. അതെന്താണ്, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ലാസ്റ്റ്, റേഞ്ച് ഡസൻ ഡിപ്പെൻഡ് ഓൺ എക്സ്ട്രീം വാല്യൂസ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റേഞ്ച് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, ഇതെന്താണ്, ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡ്സ്, റേഞ്ച് ഡിപ്പെൻഡ്സ്. കാരണം റേഞ്ചിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എക്സ്ട്രീം വാല്യൂസ് വെച്ചിട്ട്. റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ, ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. അപ്പൊ ഈ ഓപ്പൺ എൻഡ് ക്ലാസ്സസ് ആണെങ്കിലും ഇങ്ങനെയാണെങ്കിലോ വരുന്നത്, അപ്പോഴെന്താ, റേഞ്ച് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താ, ഇവിടെ ഹയസ്റ്റ് വാല്യൂ നമുക്ക് അറിയില്ല, ലോവസ്റ്റ് വാല്യൂ അറിയില്ല, അതേപോലെ തന്നെ എന്താ, ഹയസ്റ്റ് വാല്യൂ നമുക്ക് അറിയില്ല. അങ്ങനെ അറിയില്ലെങ്കിൽ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റില്ല. സോ റേഞ്ച് എന്ന് പറയുന്നത് എക്സ്ട്രീം വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പൊ അതെന്താണ്, ഫോൾസ് എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി സ്ക്യൂനെസ് ആൻഡ് കുർട്ടോസിസ് എന്നുള്ള ചാപ്റ്ററിലേക്ക് വരുമ്പോൾ സ്ഥിരമായിട്ട് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. 2 രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കുർട്ടോസിസ് ഏതാണ്, അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു റഫ് ഡയഗ്രാം വരയ്ക്കുമോ എന്നുള്ള പല രീതിയിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. 3 ടൈപ്പ് ഓഫ് കുർട്ടോസിസ് ആണ് നമുക്കുള്ളത്, ലെപ്റ്റോകാർട്ടിക്, മീസോകാർട്ടിക് ആൻഡ് പ്ലാറ്റികാർട്ടിക്. അപ്പൊ ഈ ഒരു 3 ടൈപ്പ്, ഈ ഒരു ഫിഗർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളാം. എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് കുർട്ടോസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്യൂനെസ് ഏതാണ്? 2 ടൈപ്പാണ് അവിടെ നമുക്കുള്ളത്, പോസിറ്റീവ് സ്ക്യൂനെസും അതേപോലെ തന്നെ നെഗറ്റീവ് സ്ക്യൂനെസും. സോ പോസിറ്റീവ് സ്ക്യൂനെസ് എന്താണ്, നെഗറ്റീവ് സ്ക്യൂനെസ് എന്താണ് എന്ന ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കാം. ഇനി ലാസ്റ്റ് നമ്മൾ പ്രോബബിലിറ്റിയിൽ വരുമ്പോൾ ഇതുപോലെ ഡെഫിനിഷൻസ് ആണ് നമ്മളോട് ചോദിക്കാറുള്ളത്. സാമ്പിൾ സ്പേസ് എന്താണ്, സാമ്പിൾ പോയിന്റ് എന്താണ്, ഇവന്റ് എന്താണ്, ഔട്ട്കം എന്താണ്, അല്ലെങ്കിൽ ഈക്വലി ലൈക്ലി ഇവന്റ്സ് എന്താണ്, മ്യൂച്വലി ഈക്വലി ലൈക്ലി ഇവന്റ്സ് എന്താണ്, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്താണ്. ഇതൊക്കെയാണ് നമ്മളോട് പ്രോബബിലിറ്റിയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ സെറ്റ് ഓഫ് ഔട്ട്കംസിനെയും ഒന്നിച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ സാമ്പിൾ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്, സാമ്പിൾ സ്പേസിലെ ഒരു എലമെന്റിനെയാണ് നമ്മൾ സാമ്പിൾ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾക്ക് ഒന്നിലധികം ഔട്ട്കംസ് ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. അതായത് ഇപ്പം ഒരു ടെയിൽ കിട്ടുക, അല്ലെങ്കിൽ ഡൈ റോൾ ചെയ്യുമ്പോൾ 5 കിട്ടുക, അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ നമ്മളുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചാണ് ഇവന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഈ 8 ചാപ്റ്റേഴ്സ് ആണ് ക്രിസ്മസ് എക്സാമിന് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. ആ 8 ചാപ്റ്റേഴ്സിൽ നിന്നും ഇത്രയും വർഷത്തിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിക്കുക. എക്സാംസ് എല്ലാവരും അടിപൊളിയാക്കുക. ഓൾ ദ ബെസ്റ്റ്.